ട്രിപ്പിൾസ് ഇൻഫോ A4 ആയുർവേദയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പതിവിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വിഷയമാണ് പങ്കുവെക്കുന്നത്. മാറുന്ന ലോകവും മനുഷ്യൻ്റെ രോഗവും. നാം പലപ്പോഴും വിസ്മരിക്കുന്ന ഒന്നാണെങ്കിലും ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. മനുഷ്യനും പ്രകൃതിയുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മനുഷ്യൻ്റെ സ്വത്വം ജൈവവൈവിധ്യവുമായി ആന്തരികമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മനുഷ്യനെ കൂടാതെ പ്രകൃതിക്ക് നിലനിൽക്കാനാവും. എന്നാൽ പ്രകൃതിയിൽ നിന്നകന്ന് മനുഷ്യന് നിലനിൽപ്പില്ല. ഇത് നാം മറക്കുമ്പോഴാണ് പലതും ഇവിടെ താളം തെറ്റുന്നത്. നമുക്കിതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്ന് അറിയാൻ ശ്രമിക്കാം. എന്നു മുതലാണോ മനുഷ്യൻ പ്രകൃതിയിൽ നിന്നും അകന്നു തുടങ്ങിയത്, അന്നു മുതൽ അവൻ്റെ നിലനിൽപ്പിൻ്റെ ഭീഷണി നേരിട്ടു തുടങ്ങി. രോഗമായും മറ്റ് പ്രകൃതി ദുരന്തങ്ങളുടെ രൂപത്തിലും അവ നമ്മെ ഇപ്പോൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആധുനിക മനുഷ്യൻ അറിവിൽ അഹങ്കരിക്കുമ്പോൾ അവൻ്റെ നിലനിൽപ്പിൻ്റെ ആധാരം ഈ ഭൂമിയാണെന്ന് മറക്കുന്നു. നമ്മുടെ വരും തലമുറയ്ക്ക് ശരിയായ ദിശ കാട്ടിക്കൊടുക്കുവാൻ നാം മറന്നു പോകരുതെന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്. പ്രകൃതിയിൽ നിന്നകന്ന് കൃത്രിമ ജീവിതങ്ങൾ പിന്തുടരുന്ന മനുഷ്യൻ്റെ ദുരന്തങ്ങളിൽ ഒന്നാണ് രോഗം. മനുഷ്യ ശരീരം പഞ്ചഭൂതങ്ങളായ ആകാശം, വായു, സൂര്യൻ, ജലം, പൃഥ്വി എന്നിവയാൽ സൃഷ്ടമാണ്. അവയെ ശരിയായ രീതിയിൽ ഉൾക്കൊണ്ടാൽ മാത്രമേ രോഗവിമുക്തമായ ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കൂ. പ്രകൃതിയെ കീഴടക്കുക എന്ന ചിന്ത കാലഹരണപ്പെട്ട് കഴിഞ്ഞു. പ്രകൃതിയെ സംരക്ഷിക്കുകയും അവയെ മനുഷ്യക്ഷേമത്തിന് ഉപയോഗിക്കുകയുമാണ് വേണ്ടതെന്ന് ലോകം അംഗീകരിച്ചിരിക്കുന്നു. രോഗം എങ്ങനെ ഉണ്ടാകുന്നു? ശരീരത്തിൽ കുന്നുകൂടുന്ന അഴുക്ക് അഥവാ വിഷാംശം പുറന്തള്ളാൻ ശരീരം ശ്രമിക്കുന്നതാണ് രോഗം. ഇതിൽ ഭക്ഷണപരമായ കാരണങ്ങളാണ് 95% വിഷാംശങ്ങൾ ശരീരത്തിലടിഞ്ഞ് രോഗഫലം സൃഷ്ടിക്കുന്നത്. ഭക്ഷണം എന്താണ്? എങ്ങനെ കഴിക്കണം? ശരിയായ ഭക്ഷണം ഏതാണ്? അതെപ്പോൾ കഴിക്കണം? എന്നീ കാര്യങ്ങൾ വിദ്യാസമ്പന്നർ പോലും ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ദുഃഖസത്യം. ശരിയായ ദഹനം, പോഷണം, വിസർജനം എന്നിവ നടക്കാതിരുന്നാൽ വിഷാംശങ്ങൾ ശരീരത്തിലടിയാൻ കാരണമാകുന്നു. വിഷാംശത്തിൻ്റെ തോത് കൂടുന്നതനുസരിച്ച് രോഗത്തിൻ്റെ തീവ്രതയും വർദ്ധിക്കുന്നു. അവ ശരീരഭാഗങ്ങളിൽ വീക്കങ്ങളായി, വേദനകളായി, വ്രണങ്ങളായി, പഴുപ്പുകളായി, വിവിധ രോഗങ്ങളായി ഭവിക്കുന്നു. ഇവിടെയാണ് മനുഷ്യന് പ്രകൃതിയുമായുള്ള ബന്ധത്തെയും അതുവഴി ആയുർവേദം, പ്രകൃതി ചികിത്സ, ഉപവാസം, സൗരപ്രകാശ ചികിത്സ, ജലചികിത്സ, വായു ചികിത്സ, ഭക്ഷണ ചികിത്സ എന്നീ മാർഗങ്ങൾ ഉപയോഗിച്ച് ജീവശക്തിയെ തളർത്തിയ മാലിന്യങ്ങളെ പുറന്തള്ളുകയും രോഗിയുടെ ആരോഗ്യം വീണ്ടെടുക്കുകയും ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം. പ്രകൃതിയിൽ നിന്നും വേറിട്ട് മനുഷ്യന് ഒരു നിലനിൽപ്പിന് സാധ്യമല്ല. ഇന്ന് ആധിപത്യം പുലർത്തുന്ന എല്ലാ ചികിത്സാശാസ്ത്രങ്ങളും അസാധ്യമെന്ന് വിധിയെഴുതിയ പല രോഗികളും പ്രകൃതി ജീവനശാസ്ത്രം ഉപയോഗിച്ച് രോഗമുക്തി നേടിയിട്ടുണ്ട്. പ്രകൃതി ചികിത്സകളിൽ മരുന്നുകളൊന്നും ഉപയോഗിക്കുന്നില്ല. പ്രകൃതിയുടെ വരദാനമായി ലഭിക്കുന്ന വായു, ജലം, സൂര്യപ്രകാശം, മണ്ണ് തുടങ്ങിയവയാണ് പ്രധാന ഉപാധികൾ. നമുക്ക് ചുറ്റുമുള്ള സസ്യലതാദികളും പഴങ്ങളും നാം അനുവർത്തിക്കുന്ന സത്ശീലങ്ങളുമെല്ലാം ആരോഗ്യം വീണ്ടെടുത്തു തരുന്നു. നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ കാഴ്ചപ്പാടിൽ ഭാരതത്തിലെ പ്രകൃതി ചികിത്സയുടെ അമൂല്യ പ്രകാശം
ആരോഗ്യദൃഢ സമൂഹം വാർത്തെടുക്കുന്നതിൽ പ്രധാന പങ്കു വഹിക്കുന്നതായി അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട്. അദ്ദേഹം തികഞ്ഞ ഒരു പ്രകൃതി സ്നേഹിയും പ്രചാരകനുമായിരുന്നു. പ്രകൃതിയുടെ തത്വങ്ങൾ സ്വന്തം ജീവിതത്തിൽ തന്നെ പരീക്ഷിച്ച് അതിൻ്റെ സത്ഫലങ്ങൾ അനുഭവിക്കാമെന്നതുകൊണ്ട് ഏതൊരു സത്യാന്വേഷിയുടെയും വെളിച്ചമായി പ്രകൃതി ജീവനം പ്രശോഭിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ആരോഗ്യത്തിൽ ശുദ്ധവായുവിൻ്റെ പങ്കിനെക്കുറിച്ച് നോക്കാം. പഞ്ചഭൂതങ്ങളിൽ ഒന്നായ വായുവിനെ ശരിയായ വിധത്തിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ആരോഗ്യപൂർണമായ ജീവിതം നമുക്ക് സാധ്യമാകൂ. സർവ്വവ്യാപിയും ജീവദായിനിയുമായ വായുവിൻ്റെ മഹത്വം ശരിയായ രീതിയിൽ മനുഷ്യർ മനസ്സിലാക്കാത്തതിൻ്റെ തെളിവാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അന്തരീക്ഷ മലിനീകരണം. ശ്വാസകോശങ്ങളിലെ 60 കോടിയോളം വരുന്ന സൂക്ഷ്മ അറകൾ അശുദ്ധ രക്തത്തിലൂടെ കാർബൺ ഡൈ ഓക്സൈഡിനെ ഉച്ഛ്വാസത്തിലൂടെ പുറന്തള്ളുകയും ശ്വാസത്തിലൂടെ പ്രാണവായുവായ ഓക്സിജനെ സ്വീകരിക്കുകയും ചെയ്യുന്നു. മലിനീകരണം സംഭവിച്ച വായു ആസ്മ, ബ്രോങ്കൈറ്റിസ്, കാസം എന്നീ ശ്വാസകോശ രോഗങ്ങൾ ഉണ്ടാക്കുന്നു. മാറിയ സാഹചര്യത്തിൽ വ്യായാമമില്ലായ്മയും അന്തരീക്ഷ മലിനീകരണവും ഇവയെല്ലാം ശ്വാസകോശത്തിൻ്റെ കാര്യക്ഷമതയെ പ്രതികൂലമായി ബാധിക്കുന്നു. മനുഷ്യൻ വായു ജീവിയാണ്. വായുവുമായി നിത്യസമ്പർക്കമാണ് പ്രകൃതി ഉദ്ദേശിച്ചിട്ടുള്ളത്. മൊത്തം ശ്വാസോച്ഛ്വാസത്തിൻ്റെ 5% ത്വക്കിലൂടെയാണ് നടക്കുന്നത്. അതിൻ്റെ അർത്ഥം ശരിയായ രീതിയിലുള്ള വസ്ത്രധാരണം എന്നുള്ളതാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അയഞ്ഞതും പ്രകൃതിദത്തവുമായ വസ്ത്രം നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെയാണ്. വായു സ്നാനം ഇതിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. ദേഹാധ്വാനമില്ലാത്ത ഇന്നത്തെ ജീവിത സാഹചര്യങ്ങൾ നമ്മെ രോഗത്തിലേക്ക് നയിക്കുന്നു. ഇവിടെയാണ് പ്രാണായാമത്തിൻ്റെ പ്രാധാന്യം. ദീർഘശ്വസനമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദീർഘശ്വസന രീതി ദിനചര്യയായി ചെയ്യുകയാണെങ്കിൽ ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനക്ഷമത വർദ്ധിച്ചു വരികയും ആരോഗ്യം ഒരു യാഥാർത്ഥ്യമായി ഭവിക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ, സൗകര്യങ്ങൾ വർദ്ധിച്ച് മനുഷ്യരെ അലസന്മാരാക്കുന്ന ജീവിത രീതി നമ്മെ പ്രവേശിപ്പിക്കുന്നത് രോഗങ്ങളുടെ പൂർണ്ണതയിലേക്കാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തേക്ക് വിട വാങ്ങുന്നു. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.